ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മുടെ എക്സാമിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ റൈറ്റിംഗ്. പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് കിട്ടുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതൊരു 5 മാർക്കിനോ 6 മാർക്കിനോ ചോദിച്ചു കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണാം. ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഫൈൽ എഴുതാം. പ്രൊഫൈൽ എഴുതി അതിൽ 5 അല്ലെങ്കിൽ 6 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ നെയിം ഓഫ് പേഴ്സൺ എന്ന് പറയുന്ന ഏരിയ ആണ്. നെയിം ഓഫ് പേഴ്സൺ നമുക്ക് തന്നിട്ടുണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കെ സച്ചിദാനന്ദൻ എന്നാ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. നേരെ കയറി നമ്മൾ കെ സച്ചിദാനന്ദൻ എന്ന് എഴുതുന്നതിനെക്കാട്ടിലും അറിയാലോ, പ്രൊഫൈൽ എപ്പോഴും ഒരു ബോക്സിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ബോക്സിൽ എഴുതിയിട്ട് നമ്മൾ ഹെഡിങ് കൊടുക്കുക, കെ സച്ചിദാനന്ദൻ എന്ന് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു. ജനിച്ച വർഷം മരിച്ച വർഷം തന്നിട്ടുണ്ടെങ്കിൽ അതൊരു ബ്രാക്കറ്റിലാക്കി കൊടുക്കുക, അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം ഹി വാസ് ബോൺ ഓണോ അല്ലെങ്കിൽ കെ സച്ചിദാനന്ദൻ വാസ് ബോൺ ഓണോ അങ്ങനെ എഴുതുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദ്യത്തിൽ ആ അദ്ദേഹം ഏത് മേഖലയിലാണ് തിളങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയും. പോയറ്റ് ആണെങ്കിൽ പോയറ്റ്, റൈറ്റർ ആണെങ്കിൽ റൈറ്റർ, ആക്ടർ ആണെങ്കിൽ ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ദി ഗ്രേറ്റ് പോയറ്റ്, അല്ലെങ്കിൽ മലയാളി ആണെങ്കിൽ ദ ഗ്രേറ്റ് മലയാളം പോയറ്റ്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ദ ഗ്രേറ്റ് മലയാളം പോയറ്റ് കെ സച്ചിദാനന്ദൻ. അതാണ് നെയിം ഓഫ് പേഴ്സണിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ദെൻ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് തരുമ്പോൾ അവിടെ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡേറ്റ് തരുമ്പോൾ നമുക്ക് ഒരു ഡേറ്റ് തന്നിരിക്കുന്നത്, സേ ഫോർ എക്സാമ്പിൾ, അതായത് 13th ഫെബ്രുവരി. ഓക്കെ, 13th ഫെബ്രുവരി 1980 എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ടുള്ളതാണ്. ഡേറ്റും ഇയറും എല്ലാം കൂടി ചേർത്തിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ബോൺ ഓൺ ചേർക്കണം. ഓക്കെ, അപ്പോൾ വാസ് ബോൺ ഓൺ 30th ഫെബ്രുവരി 1980 അങ്ങനെ ചേർക്കാം. അതേസമയം നമുക്ക് ഈ ഡേറ്റ് ഇല്ല, ജസ്റ്റ് ഇയർ മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ വാസ് ബോൺ ഇൻ 1980 ഇന്നാണ് നമ്മൾ അവിടെ ചേർക്കേണ്ടത്. ഫുൾ തന്നിട്ടുണ്ടെങ്കിൽ ഓണും, ഇയർ മാത്രമാണെങ്കിൽ ഇന്നും ചേർക്കണം. അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലേസ് ഓഫ് ബർത്ത്. ചില ചോദ്യങ്ങളിൽ നമുക്ക് 2 സ്ഥലം തന്നിട്ടുണ്ടാകും. അപ്പോൾ ആദ്യത്തെ സ്ഥലത്തിൻ്റെ കൂടെ ആദ്യം അറ്റ് അങ്ങനെ ഓർത്താൽ മതി. ആദ്യം അറ്റ്. ഓക്കെ, ആദ്യം അറ്റ് എ വെച്ച് തുടങ്ങുന്നു, ആദ്യത്തേത് അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പം ആദ്യം അറ്റ്, അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പോർബന്ദർ ഗുജറാത്ത് അങ്ങനെയാണ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ എന്തെഴുതണം? വാസ് ബോൺ ഇന്ന ഡേറ്റ് തന്നുകൊണ്ട് അറ്റ് പോർബന്ദർ ഇൻ ഗുജറാത്ത്. വലിയ സ്ഥലത്തിൻ്റെ കൂടെ ഇപ്പം കേരള ഇന്ത്യ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അറ്റ് കേരള ഇൻ ഇന്ത്യ. ഓക്കെ, ആദ്യത്തെ സ്ഥലത്തിൻ്റെ കൂടെ അറ്റ്, രണ്ടാമത്തെ സ്ഥലത്തിൻ്റെ കൂടെ ഇന്ന്. ഇനി നാലാമത്തെ നെയിം ഓഫ് പാരൻസ്. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പാരൻസിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ, പാരൻസ് മരണപ്പെട്ടു പോയവരാണെങ്കിൽ ഹിസ് പാരൻസ് വേർ എന്ന് ചേർക്കണം. അതല്ല ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ഹിസ് പാരൻസ് ആർ എന്ന് ചേർക്കണം. സിമ്പിൾ ഗ്രാമറാണ്. ദെൻ പിന്നെ തരുന്നത് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ തരുമ്പോൾ ഇത്ര എഴുതിയാൽ മതി. നമുക്ക് അദ്ദേഹം എവിടെയാണ് പഠിച്ചത്, എന്താണ് പഠിച്ചത്, വർഷം തന്നിട്ടുണ്ടാകും. അപ്പോൾ ഹീ കംപ്ലീറ്റഡിൻ്റെ കൂടെ ഡിഗ്രി ചേർക്കുക, അല്ലെങ്കിൽ ഏതാണ് കോഴ്സ് തന്നത് അത് ചേർക്കുക. ഫ്രം ഇന്ന കോളേജിൻ്റെ പേര് ചേർക്കുക, യൂണിവേഴ്സിറ്റിയുടെ പേര് ചേർക്കുക. ഇൻ വരുമ്പോൾ വർഷം കൊടുക്കുക. അപ്പോൾ ഹീ കംപ്ലീറ്റഡ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഇൻ 1930. കണ്ടോ, അങ്ങനെ വേണം കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ദെൻ ബുക്സ് ആൻഡ് വർക്ക്സോ തന്നാൽ പുരുഷനാണെന്നുണ്ടെങ്കിൽ ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള വർക്ക്സ് ചെയ്താൽ, ദെൻ ലേഡി ആണെങ്കിൽ ഹെർ ഫേമസ് വർക്ക്സ് ആർ, ഹിസ് എന്നാക്കി ആർ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. 7th വൺ അവാർഡ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ഹി അല്ലെങ്കിൽ ഷീ റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ്, ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞപ്പോൾ പത്മഭൂഷൺ ആണെങ്കിൽ പത്മഭൂഷൺ എന്നൊക്കെ പറഞ്ഞ് കോമേറ്റ് എഴുതാം. ദെൻ ലാസ്റ്റ് വൺ ഡെത്ത് ആണ്. ഡെത്ത് തരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുൾ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡൈഡ് ഓൺ എന്നും, ഇയർ മാത്രമാണെങ്കിൽ ഡൈഡ് ഇന്നെന്നും ചേർക്കണം. ദെൻ ഒരു എക്സ്ട്രാ പോയിന്റ് 9th ഞാനിവിടെ ആഡ് ചെയ്യാം. മരണപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഹി ഓർ ഷീ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹി ഓർ ഷീ, ഹി ആണെങ്കിൽ ഹി, ഷീ ആണ് ഷീ, സ്റ്റിൽ റിമെയിൻസ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് മെനി. ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്താൽ പെർഫെക്റ്റായി. നിങ്ങൾ 5 മാർക്ക് ആർക്കും കുറയ്ക്കാൻ പറ്റില്ല. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്